നിലവിൽ യുഎഇയിൽ ഓൺലൈനായി തന്നെ വിദ്യാഭ്യാസം നടക്കും എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. അതായത് ഈ നഴ്സറി മുതൽ ഒപ്പം തന്നെ +2 വരെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മുതലുള്ള എല്ലാ ക്ലാസുകൾക്കും അത് 17-ാം തീയതി വരെ നിലവിൽ ഓൺലൈനായി ക്ലാസുകൾ തുടരാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ചില സ്വകാര്യ സ്കൂളുകളൊക്കെ തന്നെയും സ്വകാര്യ മാനേജ്മെന്റുകളൊക്കെയും ഈ ഓൺലൈൻ ക്ലാസുകൾ മാറണം, ഓഫ്ലൈനായി ക്ലാസുകൾ നടത്താനുള്ള സുരക്ഷ തങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ സ്ഥിതിഗതികളൊക്കെ നോക്കിയിട്ട് 17-ാം തീയതി കഴിഞ്ഞ് അത്തരത്തിലൊരു തീരുമാനം എടുക്കാമെന്നാണ്. നേരത്തെ ഈ സംഘർഷമൊക്കെയും തുടങ്ങുന്ന സമയത്ത് തന്നെ സ്കൂളുകളൊക്കെ അടച്ചിരുന്നു. അതിനുശേഷം ഈ സ്പ്രിംഗ് സീസണിലുള്ള അവധി അത് നേരത്തെ നൽകി പിന്നീട് ഈ പെരുന്നാൾ അവധി കഴിയുന്നതോടുകൂടി സ്കൂളുകൾ തുറക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ 2 ആഴ്ചത്തേക്ക് പിന്നീടും അവധി നീട്ടി. അതിനുശേഷമാണ് ഇപ്പോൾ ഏപ്രിൽ 17 വരെ ഇത്തരത്തിൽ ക്ലാസുകളെല്ലാം ഓൺലൈനായി തന്നെ തുടരാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ സുരക്ഷയെ മുൻനിർത്തി എടുത്തൊരു തീരുമാനമായിട്ടാണ് SKN അറിയിക്കുന്നത്. നിലവിൽ എന്തായാലും ഇന്നലെയും UAE കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള ആക്രമണം തന്നെ നടന്നിട്ടുണ്ട്. അതിൽ ഷാർജയിലാണ് ഏറ്റവും വലിയൊരു ഡ്രോൺ ആക്രമണം നടന്നത്. അത് ഇന്നലെ ഷാർജയിലെ സുറയ്യ ടെലികോം കമ്പനി ആസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നതായി ദുബായ് മീഡിയ ഓഫീസും ഒപ്പം തന്നെ കൃത്യമായുള്ള അതോറിറ്റികളും ഒക്കെ അറിയിക്കുന്നുണ്ട്. നിലവിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഷാർജ സെൻട്രൽ റീജിയൺ ഓഫീസാണ് ആക്രമിച്ചത് എന്നുള്ള വിവരം തന്നെ അവിടെ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ദുബായ് തീരത്തുള്ള എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടതായി UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ അറിയിച്ചിട്ടുണ്ട്. UAE സമയം ഏതാണ്ട് 12:30 കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത്. കപ്പലിന് തീ പിടിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട്. എന്നാൽ ജീവനക്കാരൊക്കെ തന്നെയും സുരക്ഷിതമാണ്. ഈ കുവൈറ്റിലെ തന്നെ വമ്പൻ എണ്ണക്കപ്പലായിട്ടുള്ള അൽ സലമി എണ്ണക്കപ്പലിനാണ് തീപിടുത്തമുണ്ടായത്. 332 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള ഒരു പടുകൂറ്റൻ എണ്ണക്കപ്പലിനാണ് തീ പിടിച്ചത്. അവിടെ എണ്ണയുടെ ചോർച്ചയുണ്ട് എന്ന് കുവൈറ്റ് കേന്ദ്രീകരിച്ചുള്ള അധികൃതർ ഒക്കെയും അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ അതിലും ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ദുബായ് അൽബദായിൽ ഇറാന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായി ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുന്നു. ആൾതാമസമില്ലാത്തൊരു വീടിന് തീ പിടിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ UAE കേന്ദ്രീകരിച്ചുള്ള ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നതുപോലെ തന്നെ കൃത്യമായി തുടരുകയാണ്. അത് ഇത്തരത്തിൽ എണ്ണക്കപ്പലുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയും ആ ആക്രമണം നീളുന്നു. കുവൈറ്റിൽ രാവിലെ അപായ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അത് കുവൈറ്റ് അതോറിറ്റി കൃത്യമായി സ്ഥിരീകരിച്ചു പറയുന്നുണ്ട്. ബഹ്റൈനിൽ 2 തവണ അലാറം മുഴങ്ങിയതായിട്ടും ബഹ്റൈനിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിഗതികൾ ശാന്തമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യമായിട്ടുള്ള ത്രട്ടനിങ് ആയിട്ടുള്ള അറ്റാക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിലവിൽ സാമ്പത്തിക മേഖലയിലൊക്കെ 1 ബില്യൺ ദിർഹത്തിന്റെ വൻപൻ പ്രഖ്യാപനമാണ് ദുബായ് നടത്തിയിരിക്കുന്നത്. ഷെയ്ഖ് ഹംദാൻ രാജകുമാരൻ തന്നെ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തി ഒരു വലിയ സാമ്പത്തിക മേഖലയെ താങ്ങി നിർത്തുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ കൂടി ദുബായ് ഒരു ഭാഗത്ത് നടത്തി വരികയും ചെയ്യുന്നുണ്ട്.